ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ബോക്സ് ഫുട്ബോൾ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഞാൻ ഈ ഓൾഡ് ട്രാഫോർഡ് വിസിറ്റ് ചെയ്യേണ്ട ഒരു 2 വ്ളോഗ് ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു ചെക്കൗട്ട്. അപ്പോൾ യെസ്, 3 പോയിൻറ്റ്സ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് 3 പോയിൻറ്റ്സ്. ഇതൊക്കെ എപ്പോഴാണ് ഇമ്പോർട്ടൻ്റ് ആവുക എന്ന് നമുക്കൊരു 5 കളിയും കൂടെ കഴിയുമ്പോൾ മനസ്സിലാവും. സോ നോട്ട് കംഫർട്ടബിളി ബട്ട് 3 പോയിൻ്റ് ഇപ്പം ചെൽസിക്കും ലിവർപൂളിനും മേലെയുണ്ട്, വിച്ച് ഈസ് വെരി ഗുഡ്. ചെൽസി ഈസ് പ്ലേയിങ് ആഴ്സണൽ നെക്സ്റ്റ് വീക്ക്. അതുപോലെ തന്നെ ലിവർപൂൾ ഈസ് പ്ലേയിങ് വെസ്റ്റ് ഹാം ഐ ഗസ്, ബട്ട് അത് അവരുടെ ഹോമിൽ തന്നെയാണ്. നമ്മുടെ അടുത്ത കളി എന്ന് പറയുന്നത് ക്രിസ്റ്റൽ പാലസ് അറ്റ് ഹോമാണ്. സോ ടോപ്പ് 4 റേസ് നല്ലപോലെ മുറുകുന്നുണ്ട്. അതുമാത്രമല്ല, വില്ലയായിട്ട് നമ്മളിപ്പോൾ 3 പോയിൻറ്റ് ഡിഫറൻസിനാണ് നിൽക്കുന്നത്. 51 പോയിൻ്റാണ് വില്ലയ്ക്ക്, യുണൈറ്റഡിന് 48 പോയിൻ്റാണ്. അപ്പം വില്ല പ്ലേസ് വൂൾഫ്സ് എവേ നെക്സ്റ്റ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ടോപ്പ് 3, ടോപ്പ് 4, ടോപ്പ് 5 ചർച്ചകളിലേക്ക് നമ്മൾ ഇന്നത്തെ വിജയം കൊണ്ട് നമ്മൾ ഭയങ്കര റെലവൻ്റ് ആയിട്ട് നിൽക്കുകയാണ് ടോപ്പ് 4 കണ്ടൻഷനിൽ, വിച്ച് ഈസ് ആക്ച്വലി വെരി ഗുഡ് റിഗാർഡിങ് വാട്ട് ദിസ് സീസൺ ഹാസ് ടേൺഡ് ഔട്ട് ടു ബി. ശരിക്കും ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, ജിം റാഡ്ക്ലിഫൊക്കെ ഇട്ട എന്താ പറയുക ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ടോപ്പ് 6 ആണ്. ടോപ്പ് 6 എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് ഇട്ടിട്ട് നമ്മൾ മാനേജറിനെ സാക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇപ്പോഴും ഒരു ടോപ്പ് 4 കണ്ടൻറ്ററായിട്ട് നിൽക്കുന്ന ഇസ് വെരി ഗുഡ് ആക്ച്വലി. സീസൺ പോകെ നന്നായി എന്ന് വേണേൽ പറയാം. ഇന്നത്തെ കളി മെയിൻലി എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാരിക്ക് ഈസ് അൺബീറ്റൺ, അതെടുത്ത് പറയണം. പ്ലസ് ക്യാരിക്കിൻ്റെ ഡിസിഷൻസ് എല്ലാം കറക്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ലൈക്ക് ഇപ്പോഴത്തേക്ക് ഗുഡ് വൈബ്സിൽ പോട്ടെ. ബിക്കോസ് എന്താ പറയുക, കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടാണ് വെസ്റ്റ് ഹാമിൻ്റെ കളിയിൽ ആക്ച്വലി ക്യാരിക്കിൻ്റെ പല ഡിസിഷൻസ് ക്വസ്റ്റ്യനബിൾ ആയിരുന്നു. അപ്പം ഈ കളിയിലും സെയിം കൈൻഡ് ഓഫ് സ്ട്രാറ്റജിയിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ പോലും സെയിം 11 വെച്ച് കളിക്കുന്നു. ഒരാളെ മേ ബി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഷെഷ്കോ ഈ കളി സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാര്യം അവിടെ സിമിലർ ആയിട്ടുള്ള പ്ലേയേഴ്സാണ് ഈ അമാദും എംബോമും. അവർ നല്ലപോലെ വർക്ക് റേറ്റ് ഒക്കെ ഇടുന്ന പ്ലേയേഴ്സാണ്, ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഷെഷ്കോ ആണ്. ഐ വുഡ് ലവ് ഷെഷ്കോ ടു സ്റ്റാർട്ട് നെക്സ്റ്റ് മാച്ച്. ഷെഷ്കോ അവൻ്റെ വെറുത്ത് തെളിയിച്ചു കഴിഞ്ഞു. ഷെഷ്കോ ഇനി ആരും ഒന്നും മിണ്ടണ്ട. ഷെഷ്കോ ഒരു ഫ്ലോപ്പ് സൈനിങ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. നെവർ എ ഫ്ലോപ്പ് സൈനിങ്. അതായത് ഷെഷ്കോയിനെ ലാമൻസിനെ എടുത്തു പറയും, ബിക്കോസ് പുറത്തെ ഒരു ലീഗിൽ നിന്ന് വന്ന് അഡാപ്റ്റ് ചെയ്യുന്ന പ്ലേയേഴ്സാണ്. എംബോമോ കുഞ്ഞോ എന്ന് പറയുന്നത് ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള സൈനിങ്സ് ആണ്. സോ ഈ കളി നമ്മളെ ജയിപ്പിച്ചത് ഈസ് അവർ സമ്മർ എന്ന് പറയാനും പറ്റുള്ളൂ. സമ്മർ സൈനിങ്സ് എന്ന് പറയണ്ട, സൈനിങ്സ് ദിസ് സീസൺ. വിൻ്ററിലൊന്നും വന്നിട്ടില്ലല്ലോ. പക്ഷേ സൈനിങ്സ് ദിസ് സീസൺ. ആ ഗോള് തന്നെ കുഞ്ഞ ഒരു കിഡിലൻ വിഷണറി പാസ് ടു എംബോമോ കൃത്യമായിട്ട് റൺ ചെയ്ത് കൊടുക്കുന്നു. എംബോമോ ഈസി ഒന്ന് പതുക്കെ ഷെഷ്കോയ്ക്ക് വെച്ച് കൊടുക്കുന്നു. ഷെഷ്കോ അത് എനിക്ക് താന്ന് പോയിന്റ് ചെയ്യുന്ന കണ്ടപ്പോൾ തന്നെ ഐ വാസ് ഷുവർ ദാറ്റ് ഈസ് ഗോൾ. ബിക്കോസ് ഷെഷ്കോയുടെ കോൺഫിഡൻസ് അടിപൊളിയായിട്ട് എന്താ പറയുക ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് ചാൻസ് പുള്ളിക്ക് സിമിലർ സാധനം കിട്ടി. പക്ഷേ ഇറ്റ്സ് ഓക്കെ. ഹീസ് ഗെറ്റിംഗ് ഹിസ് കോൺഫിഡൻസ്. അതാണ് സ്ട്രൈക്കറിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സാധനം. ബോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ സ്കോർ ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് സ്ട്രൈക്കറിനാണ്. അപ്പം ഷെഷ്കോ ഈസ് വെരി മച്ച് ഇൻ കോൺഫിഡൻസ്. അടുത്ത കളി സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. സോ ദീസ് 3 ഫോർവേഡ് സൈനിങ്സ് ദിസ് സമ്മർ നമ്മളെ ഇന്ന് ഒരു ഗോളിന് മുന്നിൽ എത്തിച്ചിരിക്കുകയാണ്. ആൻഡ് നോട്ടബിളി അടുത്ത സൈനിങ് വിച്ച് ഈസ് ദ മാൻ ഓഫ് ദി മാച്ച്. എൻ്റെ അഭിപ്രായത്തിൽ മാൻ ഓഫ് ദി മാച്ച് ഈസ് സെന്നെ ലാമൻസ്. ഇത് ഡ്രോയോ തോക്കേണ്ട കളിയാണ് ഇഫ് നോട്ട് ഫോർ സെന്നെ ലാമൻസ് ശരിക്കും പറഞ്ഞാൽ. ബിക്കോസ് ഇപ്പം ആഴ്സണലോ ആരോ ആയിക്കോട്ടെ, ഈ വക എന്താ പറയുക, ഈ റൂൾ ബുക്കിൽ നിന്നുകൊണ്ടുള്ള ഈ ലൂപ്പ് ഹോൾ പരിപാടി ഉണ്ടല്ലോ, അത് കുറച്ച് അരോചകമായി തുടങ്ങിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര രീതിയിൽ ലൈക്ക് ഗോൾ കീപ്പറിനെ പണ്ടൊക്കെ ഒരാളൊക്കെ ചാർജ് ചെയ്യുന്ന നോക്കാം, ഇത് ഫുൾ ആൾക്കാരും ഗോൾ ലൈനിൽ വന്ന് നിൽക്കുകയാണ്, ഗോൾ കീപ്പറിനെ പ്രസ് ചെയ്യുകയാണ്. എനിക്ക് അത് ഒട്ടും ഡൈജസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മെത്തഡോളജി അല്ല. പ്രോബബിളി ഈ സീസണോടുകൂടി അതിനൊരു അന്ത്യം വരുമായിരിക്കും. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ റൂൾസ് മാറുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ലൈക്ക് 10 കോർണറുകളാണ് 10 കോർണറാണ് എവർട്ടൺ കിട്ടിയത്. നമുക്കൊരു കോർണർ കിട്ടിയില്ലെന്ന് തോന്നുന്നത്. 10 കോർണർ അവരെന്തുമാത്രം സെന്നെ ലാമൻസിൽ പ്രഷർ ഇട്ട് നോക്കിയാൽ മതി. ആൻഡ് കുഡോസ് ടു ദ അതർ ഡിഫൻഡേഴ്സ് ഓൾസോ. സെന്നെ ലാമൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഈവൻ ലൈക്ക് ലാമൻസിൻ്റെ കാര്യം എടുത്തു പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ച് ചെയ്ത് കളയേണ്ടത് പോലും ചിലപ്പോൾ അവൻ അത് ക്ലെയിം ചെയ്തിട്ടുണ്ട്. ദൂരെ നിന്നുള്ള ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു, മറ്റേ കീൻ അടിച്ച ഷോട്ട്, ഒരു രക്ഷയില്ലാത്ത സേവ് ആയിരുന്നു. അതുപോലെ തന്നെ 2-3 ലോങ് റേഞ്ചേഴ്സ് പിടിച്ചു. ഒരു ഫ്രീ കിക്ക് ജെയിംസ് കാർണറിൻ്റെ പിടിച്ചായിരുന്നു. അതെല്ലാം ക്ലെയിം ചെയ്യാണ്, പുഷ് ചെയ്ത് കളയുന്നില്ല, ക്ലെയിം ചെയ്യുന്നു. കൃത്യമായിട്ട് ക്രോസസ് ക്ലെയിം ചെയ്യുന്നു. അതുപോലെ തന്നെ ക്രോസസ് ഒക്കെ ക്ലെയിം ചെയ്യുന്നു. ഇപ്പോൾ ഡിഹയുടെ കാലത്ത് പോലും ഡിഹേ ക്രോസും കോർണേഴ്സൊന്നും ക്ലെയിം ചെയ്യാറൊന്നുമില്ലായിരുന്നു. ഡിഹയുടെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ച് വീക്കായിരുന്നു. നമുക്ക് ആക്ച്വലി ഇത് ചെയ്യുന്ന ഒരു കീപ്പർ കുറേ കാലത്തിന് ശേഷം വരുന്നത്.
സോ ഇഫ് ഇറ്റ് വാസ് ഒനാന 100% ഇന്നൊരു 4 ഗോളോ 3 ഗോളോ കയറേണ്ടതാണ്. ഇപ്പം എവർട്ടൺ തോക്കാൻ ഡിസേർവ് ചെയ്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വി ഹാവൻ പ്ലേഡ് അവർ ബെസ്റ്റ് ഗെയിം യെറ്റ് വി ടുക്ക് 3 പോയിൻറ്റ്സ് ആൻഡ് മോസ്റ്റ് ഓഫ് ദം ലുക്ഡ് റസ്റ്റി. എംബോമോ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഗോൾ ശരിക്കും പറഞ്ഞാൽ ഗോൾ ഇൻവോൾവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ എംബോമോ അത്ര അടിപൊളിയായിട്ട് കളിച്ചില്ല. ബ്രൂണോ ഹാഡ് ആൻ ഓഫ് ഗെയിം. ബ്രൂണോനെ ഭയങ്കര അഡ്വാൻസ്ഡ് റോളിലാണ് കളിപ്പിച്ചത്, വിച്ച് ഈസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ് ഫോർ ഹിം, ഐ തിങ്ക് സോ. ഇതിപ്പം അത് വർക്ക് ചെയ്യുന്നില്ല. പുള്ളിയെ നമ്പർ 10 കൊണ്ട് തന്നെ വന്ന് കസമീറോടെയൊക്കെ മുന്നിൽ കളിപ്പിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്, വിത്ത് സമ്മൺ ടു റൺ ഇൻ ബിഹൈൻഡ്. അത് അടിപൊളിയായിട്ട് ബ്രൂണോ ചെയ്തോളും. അതല്ല കുഞ്ഞി ആയിക്കോട്ടെ, കുഞ്ഞിയുടെ ഒരു രക്ഷയില്ല, സമ്മതിച്ചു കൊടുക്കണം. ഒരു പുസ്തകം എഴുതണം കുഞ്ഞ്, ദ ഫണ്ടമെൻ്റൽസ് ഓഫ് ഷിറ്റ് ഹൗസറി, റേജ് വെയിറ്റിംഗ് ആൻഡ് ടൈം വേസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് പുസ്തകം എഴുതണം. ആ രീതിയിൽ ചങ്ങായി എല്ലാവരും ടൈം വേസ്റ്റ് ചെയ്യാൻ ഒരു രക്ഷയില്ല. ലൈക്ക് നമ്മൾ യുണൈറ്റഡ് ഫാൻ ആണെങ്കിൽ അത് വി ലവ് ഇറ്റ്, ബട്ട് അതേഴ്സ് വിൽ ഹേറ്റ് കുഞ്ഞ. ആ മാതിരി ഒരു പ്ലെയറാണ്. പിന്നെ എന്താ, വി മാനേജ് ടു ഗെറ്റ് ത്രൂ ദ ലൈൻ. അതായത് ആ ഒരു ഗോളോടുകൂടി നമ്മൾ മാനേജ് ചെയ്തു എന്നുള്ളതാണ്. ഫസ്റ്റ് ഹാഫൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം ഗുളികയെന്നൊന്നും പറയുന്നില്ലെങ്കിലും ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. കുറച്ചൊക്കെ ബാസ്ക്കറ്റ് ബോൾ പരിപാടികളുണ്ടായിരുന്നു. പൊസഷൻ 2 ടീമും ലൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആകെപ്പാടെ എടുത്തു പറയേണ്ട കീ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ അമാദും കുഞ്ഞി അടിച്ച ഷോട്ടുകളാണ്. അമാദാണോ? അമാദിൻ്റെ ഷോട്ട് എന്നിട്ട് പിക്ഫോർഡ് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ടാർക്കോസ്കി ക്ലിയർ ചെയ്ത് പറയുന്നുണ്ടായിരുന്നു ഗോൾ ലൈനിൽ. സോ അത് മാത്രമേ, അത് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ അധികം ഒന്നും ചെയ്തില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫ് കുറച്ചുകൂടെ നമ്മളാണ് അറ്റാക്ക് ചെയ്തെങ്കിൽ സെക്കൻഡ് ഹാഫ് ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഓൺ എവർട്ടൺ. നമ്മൾ ആ ഒരു ബ്രേക്കിൽ കൃത്യമായിട്ട് കുഞ്ഞ് റിലീസ് ചെയ്തുകൊണ്ട് മാത്രം നമ്മളിപ്പം 3 പോയിന്റ് കൊണ്ട് പോകുന്നു. പിന്നെ സെന്നെ ലാമൻസിനെ ഞാൻ വീണ്ടും എടുത്തു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ടഫ്. ഭയങ്കര ടഫായിട്ടുള്ള ജോബ് ഭയങ്കര അനായാസം ചെയ്ത പോലെ സെന്നെ ലാമൻസ് ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ ക്ലെയിമിങ് ആയാലും പഞ്ച് ചെയ്യേണ്ടടുത്ത് പഞ്ച് ചെയ്യേണ്ടടുത്ത് പോലും ചിലപ്പോൾ ക്ലെയിം ചെയ്യുന്നു. കിഡിലുമായിട്ട് കോൺഫിഡൻസ് കാണിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് തുറന്ന് വിളിച്ച് തന്നെ കളിക്കുന്നുണ്ട്. രക്ഷയില്ല. ലൈക്ക് ഐ എം സോ ഹാപ്പി വിത്ത് സെന്നെ ലാമൻസ് ടുഡേ ആൻഡ് ഹീ ഈസ് മൈ മാൻ ഓഫ് ദി മാച്ച്. എൻ്റെ ഒരു ആരാണ് ഒറിജിനൽ മാൻ ഓഫ് ദി മാച്ച് എന്ന് ഞാൻ കണ്ടില്ല, നോക്കിയില്ല, ചെക്ക് ചെയ്തില്ല, ബട്ട് പ്രോബബിളി ആയിരിക്കും. പിന്നെ ലിച്ച മാർട്ടിനസിന് കാഫ് ഇഞ്ചുറിയോ കണ്ടോ വന്നിരിക്കുകയാണ്. ലിച്ചയ്ക്ക് വേറെ ഇന്ന് കളിച്ചത് ലെനിയോറാണ്. ലെനിയോറ വാസ് റസ്റ്റി ബട്ട് ഓക്കെ. ഇപ്പം ലൂക്ക് ഷോ, ഡാലോ ഇന്ന് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് കളിച്ചിട്ട് ഒരുപാട് പരിപാടികൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഡാലോയുടെ അവസാനത്തെ ഇതിലൊരു കിടിലൻ സാധനം ഉണ്ടായിരുന്നു, ബ്രാൻഡ്വൈറ്റിനെ കണ്ടോ നൈസായിട്ടൊന്ന് ട്രിക്ക് ചെയ്ത് പോകുന്ന സാധനമൊക്കെ. പക്ഷേ പുള്ളിയുടെ വർഷമെന്ന് വെച്ചാൽ പുള്ളി അറ്റം വരെ എത്തും, എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത രീതിയിലൊരു ഊള പാസ് ഇടും. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഡാലോ വാസ് ഡീസൻറ്റ്. ഐ മീൻ ഡാലോ എന്ന് പറയുന്ന ഒരു പ്ലെയർ ആ കളി തന്നെ കാണിച്ചു തരും എന്തുകൊണ്ട് നമ്മൾ ഡാലോനെ തെറി വിളിക്കുന്നു, എന്തുകൊണ്ട് ഡാലോനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ഒരേ കളി തന്നെ ചിലപ്പം മിനിറ്റ്സുകളുടെ അപ്പുറത്ത് അല്ലെങ്കിൽ സെക്കൻഡ്സുകളുടെ അപ്പുറത്ത് തന്നെ ഒരു കിടില സാധനം ചെയ്യും, അതുപോലെ തന്നെ ഒരു ഊള സാധനം ചെയ്യും. അപ്പോൾ ഡാലോ ഇസ് ഫൺ ടു വാച്ച് ആക്ച്വലി. അതുപോലെ തന്നെ കസമീറോ മൈനു എനിക്കൊന്നും അതായത് ഭയങ്കരമായിട്ട് എടുത്തു പറയാൻ മാത്രം ഈ കളിയിലൊന്നും ഇല്ല. നമ്മുടെ ബെസ്റ്റ് അല്ലെങ്കിലും നമ്മൾ 3 പോയിന്റ് കൊണ്ടുപോയി. അത് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ടോപ്പ് 4 റേസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പോയിൻറ്റ്സ്. അത് ഐ ആം വെരി ഹാപ്പി വിത്ത് ഇറ്റ്. അതിപ്പം ഇനി ഇതിൽ മുന്നോട്ട് ഈ മൊമെൻറ്റം പിടിച്ച് പോകണം എന്നുള്ളതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സ്റ്റിൽ ഞാൻ പറയുന്നത് 18 പോയിൻറ്റ്സ് ഔട്ട് ഓഫ് 16 കിട്ടിയിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഉള്ളിൽ എവിടെയൊക്കെയോ ഒരു വിഷമം കിടക്കുന്നു. ആ മുടിവെട്ടിയ ചങ്ങായി കാരണമാണ്. ഇപ്പോൾ 18-ൽ 16 പോയിന്റ് കിട്ടിയപ്പോൾ ക്രിസ്മസിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രീമിയർ ലീഗ് പോയിന്റ് എടുത്തൊക്കെ നമ്മളാണ്. പക്ഷെ നമുക്ക് ആ ഒരു അക്നോളജ്മെൻറ്റോ അങ്ങനെയൊന്നും നമുക്ക് തോന്നുന്നില്ല. ബട്ട് വി ഷുഡ്. അടുത്തത് പാലസാണ്. പാലസിനെ നമ്മൾ തോൽപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കളിയെ പറ്റിയുള്ള തോട്ട്സ് ഇടുക. എനിക്കൊന്ന് ബാക്കി ഞാൻ ഉറക്കം തൂങ്ങിയിരുന്ന് പറയുന്നൊരു റിവ്യൂ ആണ്. എനിക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. മെയിൻലി ഇതൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയാൻ മാത്രം വേറെ ഒന്നുമില്ല, ഒന്നും സംഭവിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഉറക്കം തൂങ്ങിയിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഉറങ്ങി പോകാവുന്ന കളിയും കൂടെ ആയിരുന്നു. അതൊക്കെ ഇതിന് സെക്കൻഡ് ഹാഫിൽ സെന്നെ ലാമൻസും ആ ഗോളും രക്ഷിച്ചതാണ് നമ്മളെ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഡ്രോ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഫ്രസ്ട്രേറ്റിംഗ് ആയതിനെ, വീണ്ടും ഒരാഴ്ച ചുമ്മാ കുറേ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കേണ്ടി വന്നതിന്. ഇപ്പം ഇറ്റ് ഈസ് ഓക്കെ. ലൈക്ക് 3 പോയിൻറ്റ്സ് ഇസ് ഓൾവേസ് വിൻ. എപ്പോഴും വിന്നാണ്. ഇപ്പം ഗുഡിസൺ പാർക്കല്ല, എവർട്ടൻ്റെ എവേ ഗ്രൗണ്ട് ഇപ്പോൾ മാറി, പുതിയ ഗ്രൗണ്ടാണ് അവർക്ക്. അതിലെ ഫസ്റ്റ് കളിയായിരുന്നു നമ്മുടെ, അത് നമ്മൾ ജയിച്ചു. സോ ഇത് ട്രഡീഷണലി വലിയ ടീമാണല്ലോ എവർട്ടൺ. അപ്പോൾ അവർ പുതിയ സ്റ്റേഡിയത്തിൽ വന്നു, അവരുടെ പുതിയ സ്റ്റേഡിയത്തിൽ നമ്മുടെ ഫസ്റ്റ് കളി നമ്മൾ ജയിച്ചു എന്ന് പറയുന്നത് ഗുഡ് തിങ്. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ അടുത്ത കളിയിൽ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ നിങ്ങളുടെ കമൻറ്റ്സ് കമൻറ്റ് ബോക്സിൽ എഴുതുമല്ലോ. അപ്പോൾ ഗ്ലോറി മാൻ യുണൈറ്റഡ്.